അപ്പോഴത്തേക്ക് കിങ്ങിനെ അത് കൂടായിട്ട് എന്താ പറ്റി കുഞ്ഞിട്ട് പറഞ്ഞ് കണ്ണെന്ന് പറഞ്ഞേക്കും. ഞാൻ പിന്നെയും പാനിക്കായി. അച്ഛനാ റൂമിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇന്ന് വ്ളോഗ് എടുക്കാത്ത കാരണം ഞാൻ എന്താന്ന് പറഞ്ഞാ. ഇന്നലെ ഞാനൊക്കെ 2 മണിക്കാണ് എണീറ്റത്. അത്രയും തണുപ്പായിരുന്നു രാവിലെയൊക്കെ. എനിക്കാണെങ്കിൽ എണീക്കാനും തോന്നിയില്ല. നല്ല പഞ്ഞി പുതപ്പും. എനിക്കിപ്പോൾ മനസ്സിലാവില്ല ഞാൻ എന്ത് പറയാനേ പോണേന്ന്. കൺസിസ്റ്റൻസി ആയാല ശരിക്കും സക്സസ് ആവാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, കുറേ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഞാനുണ്ടല്ലോ 11 മണിക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 12 മണി ആവണം കാട്ടി മുന്നേ എഡിറ്റ് വല്ലതും ചെയ്ത് കഴിഞ്ഞ് ഷെഡ്യൂളും ചെയ്ത് പിറ്റേ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അതായി തീരും വരെ കാത്തിരിക്കണം. വൈഫൈക്ക് അധികം റേഞ്ചും ഇല്ല. അതാ ഇവിടെ വൈഫൈ ഉണ്ട്, ഇതിൻ്റെ മേലെ ഭാഗത്തതാ കാണിച്ചാൽ കണ്ട. ഈ വൈഫൈക്കാണെങ്കിൽ അധികം റേഞ്ചും കിട്ടില്ല. ഈ ഭാഗത്ത് ജിയോക്ക് അധികം റേഞ്ച് കിട്ടൂല. എന്നിട്ട് ഏട്ടൻ്റെ ഒറ്റൊരു വാക്കും കൊണ്ടാണ് വൈഫൈ ഇവിടെ വെച്ചത്, ജിയോൻ്റെ. ഇതിലാണെങ്കിൽ റേഞ്ചും കിട്ടില്ല. നല്ല മര്യാദയ്ക്ക് വ്ളോഗ് അപ്ലോഡ് ആക്കാൻ പറ്റില്ല. ഷെഡ്യൂൾ ചെയ്ത് കഴിയും 12 മണി ആവണം കാട്ടി മുന്നേ. 12 മണി ആയി കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്താൽ പിറ്റേ ദിവസം ക്ലിയർ സമയത്ത് എത്തൂല വീഡിയോ. അതുകൊണ്ട് 11 മണിക്ക് തന്നെ കുത്തി എഡിറ്റ് ചെയ്ത് വേഗം വല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. കണ്ണൊക്കെ ചുവന്നു പോയി. പറഞ്ഞാൽ അമ്മോദിച്ച് ചുവന്നു പോയി. എൻ്റെ കണ്ണിൻ്റെ നിരമ്പൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു വരികയായിരുന്നു. ചുവന്നാലും ഒരുമാതിരി ഇങ്ങനെ ടൈറ്റ് ആയ പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെയായിരുന്നു 2 കണ്ണിൻ്റെ. ഇന്ന് കുറച്ച് കുറവ് ഉണ്ട്. ഇനി ഈ കണ്ണിൻ്റെ കുറച്ച് ചെറുതായി പോയ പോലെ തോന്നുന്നുണ്ട്. ചുവന്ന് നിൽക്കണേതാണ്ടോ, ചുവന്ന് നിൽക്കണ കണ്ണ്. ഈ താഴെ ഭാഗത്ത് കണ്ടോ? ആ താഴെ ഭാഗത്ത് സാധാരണ ഉള്ള ഭാഗമല്ല, ഈ നരമ്പിൻ്റെ ഭാഗവും പിന്നെ ഇവിടെയൊക്കെ ചുവന്നുണ്ട്. ഈ ഭാഗമൊക്കെ ഇപ്പോൾ ക്യാമറയിൽ അധികം കാണില്ല. റിയൽ ലൈഫിൽ നല്ല ചുവന്ന് നടക്കുന്നുണ്ട് ഈ കണ്ണ് മാത്രം. ഉറക്കല്ല ഗൈസ്, തീരെ ഉറക്കല്ല. എന്താണെന്നറിയില്ല. ഞാൻ വ്ളോഗ് ഷെഡ്യൂൾ ചെയ്തേ ഉണ്ടല്ലേ, ഇങ്ങനെ യൂട്യൂബ് ഓണാക്കി വെച്ച് ഇങ്ങനെ ആ ഷെഡ്യൂളായി കഴിയണ വരെ ഇങ്ങനെ നോക്കിക്കും. റേഞ്ച് ഇല്ലല്ലോ വൈഫൈ ഇല്ലാത്ത സമയത്തൊക്കെ എൻ്റെ ആൻഡ്രോയിഡിൽ ഉണ്ടായ നെറ്റ് കൊണ്ടായിരുന്നു ഞാൻ അപ്ലോഡൊക്കെ ചെയ്തത്. കുറേ മാസം ഐഫോൺ മേടിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്തതുണ്ടെന്ന്. വൈഫൈ ഇല്ല, അപ്ലോഡൊന്നും മേടിക്കാൻ പൈസ ഇല്ല. പിന്നെയാണ് മനസ്സിലായത് വൈഫൈക്ക് അധികം പൈസ ഇല്ല, 2000 അത്രേ ഉള്ളൂ. അമ്മേൻ്റെ പണിയെടുത്ത പൈസേൻ്റെ പാതി, അച്ഛൻ്റെ പെൻഷൻ കിട്ടുന്നതിൻ്റെ പാതി, അപ്പുചേട്ടയ്ക്ക് വണ്ടിക്കൂലി കൊടുത്തതിൻ്റെ പാതി. അപ്പോൾ അപ്പുചേട്ടി പോടി പഠിച്ചുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങോ അങ്ങനെ എന്തോ ആണ്. ഞാനാണെങ്കിൽ പണിക്കും പോകണില്ല. 17 വയസ്സ് ആകെ ആയിട്ടേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഈ പണിക്കോണ കാര്യം ആലോചിക്കുന്നതിനാണല്ലോ എനിക്ക് മടിയാണ്. കാര്യം പറയല്ലോ, ഒരു വട്ടം ഞാൻ വർക്ക്ഷോപ്പിൽ പോയതാണ് സ്കൂളിൽ നിർത്തി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട്. മടുത്ത് ഇപ്പോൾ ഫുള്ള് വ്ളോഗിലായിരുന്നു. പക്ഷെ എനിക്ക് കൺസിസ്റ്റൻസി എൻ്റെ വ്ളോഗിലേക്ക് കൊണ്ടുവരാൻ അങ്ങോട്ട് പറ്റില്ല. 12 മണിയാകുമ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷെഡ്യൂൾ ചെയ്ത് അത് ആവും വരെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എത്ര മണിയായിന്നറിയാം? 4:43. അത്രയും നേരം ഞാൻ കാത്തിരുന്ന് ഇത്രയും നേരമായിരുന്നു വരെ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ യൂട്യൂബിൽ തുറന്നിട്ട് ഷോർട്സ് കാണുക, പിന്നെ ലോങ് വീഡിയോ കാണുക. എൻ്റെ അല്ല, വേറെ ഏതെങ്കിലും വ്ളോഗറിൻ്റെ യൂട്യൂബറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അത് അപ്ലോഡായി തീരേണ്ട വേഗം. മൊബൈൽ തന്നെ ഇത്രയും കൊല്ലം, പിന്നെ എപ്പോഴും ഇനി നമുക്കൊരു PC-യും ഒരു ലാപ്ടോപ്പും ഒരു നല്ല അതൊക്കെ കിട്ടുകയെന്ന് അറിയില്ല. അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ട്. 12 മണി ആയിട്ടില്ല, അതിനെക്കാട്ടി മുന്നുള്ള സമയം. എത്രയാണ് ഇപ്പോൾ തുറക്കാൻ നിന്നാൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് നിൽക്കണം കൊളാവും. അതെനിക്ക് പറയാനുള്ളൂ. രാവിലെ മുഴുവനും കറണ്ട് ഉണ്ടായില്ല. ഇപ്പോൾ കറണ്ട് വന്നപ്പോൾ പെട്ടെന്ന് ചാർജ് ആക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ബ്ലോഗ് വേറെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ബ്ലോഗ് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സാധനങ്ങളൊക്കെ കാണിക്കുക, ബ്ലോഗ് പറഞ്ഞാൽ ഓരോ ഇൻഫോർമേഷൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഹാർഡ് വർക്ക് ഞാനും കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂട്യൂബിൽ ഇടയ്ക്ക് കൺസിസ്റ്റൻസി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഡെയിലി എടുക്കാറുണ്ട്, പക്ഷെ അപ്ലോഡ് ആക്കാൻ മാത്രം പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മൊബൈൽ തീരെ ചാർജ് ഇല്ലായിരുന്നു. കറണ്ട് കുറച്ചൊക്കെ വന്നിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ റൂമിലല്ല കേട്ടോ ഞാൻ കിടക്കണേ. അടുത്ത റൂമിൽ ലൈറ്റിങ് കുറവായി കൊണ്ട് ഞാൻ ഈ റൂമിലേക്ക് വന്ന ഇതെടുക്കാൻ. ഫ്രണ്ട് ക്യാമറയിൽ എൻ്റെ മുഖം നോക്കിക്കൊണ്ട് ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആംഗിൾ അങ്ങോട്ട് കിട്ടൂല.
ഇങ്ങനെ വെറുതെ വെക്കുമ്പോൾ ശരിക്കും ഏത് ടൈപ്പ് ഏത് ഭാഗത്താന്ന് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റൂല. ഫുള്ള് പാടാണ് ജീവിക്കണ്ടേ. ഇല്ലാതെ വേറെ എന്ത് വഴി? കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഇവിടെ ഉള്ള ആർക്കും അറിയൂല സത്യം പറഞ്ഞാല്. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേഷൻ തന്നെയാണ് കേട്ടോ. അതിൽ നമ്മളെ ക്രിയേറ്റിവിറ്റിയും പിന്നെ നമ്മളെ സ്കില്ലൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ യൂട്യൂബ് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എൻ്റെ ഡ്രീം ലൈഫ് കിട്ടണമെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ അല്ലാതെ വേറൊരു ജോലി എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ കാണുന്നുമില്ല, വിചാരിക്കണമെന്നില്ല. യൂട്യൂബാണ് പൊളി. ഓക്കെ, യൂട്യൂബാണ് പൊളി. കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങുക, അടിപൊളിയാക്കുക. ഒറ്റ ലൈഫ് ഇട്ടുള്ളൂ, ആ ലൈഫ് ലെജൻഡറി ആക്കാൻ നോക്കുക. ഓക്കെ, ഉറക്കമില്ലാത്തതുകൊണ്ടില്ലേ നല്ല ക്ഷീണമുണ്ട് കേട്ടോ, ഒരുമാറ്റേ ആവുന്നുണ്ട്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ അറിയില്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്നോ അതോ ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കും ഇപ്പോൾ അറിയില്ല. ഇത് സെൽഫി ക്യാമറ ആയതുകൊണ്ട് അധികം സൗണ്ടിന് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. സെൽഫി ക്യാമറയ്ക്ക് എൻ്റെ കയ്യിൽ സൗണ്ട് നല്ല കുറവാണ്. ട്രൈപോഡ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, മൊബൈൽ അതിൻ്റെ കാലം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയും ചെയ്യണയും എല്ലാവരും അവിടെ ഉറങ്ങുന്നുണ്ട്. അച്ഛൻ്റെ ഗ്രൂപ്പിലത്തെ പരിപാടി നോക്കുന്നുണ്ട്. ഓരോ വികലാംഗ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, വൈത്ത് പരിപാടിയൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട്. ഞാനിത് എൻ്റെ പരിപാടി നോക്കുന്നുണ്ട്, വ്ളോഗ് എടുക്കുന്നത്. ഏട്ടൻ എവിടെ പോയി? ഏട്ടൻ അഭിജിത്ത് ഏട്ടനെ വിളിക്കും ഇടയ്ക്ക്. ഡാന്ന് ഞാൻ അധികം വിളിച്ചിട്ടില്ല, അവനെന്ന് വിളിക്കും. അവനിപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ പോയിക്കുക, പഴനിമല പോവാൻ. ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന്, ഇത് സമ്മതിക്കണില്ലാന്ന്. രണ്ടാളെ വിടാൻ വണ്ടിക്കൂലിയില്ല, ഒരാൾക്ക് പോവാനുള്ള വണ്ടിക്കൂലിയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഞാനവിടെ പോയിട്ട് എന്ത് കാട്ടാനോ, അപ്പുചെടിയെ പോയിട്ട് നേരത്തെ ഇപ്പോൾ വെറുതെ പൈസ ചിലവാക്കണ്ടല്ലോ. ഞാൻ വീട്ടിലിരുന്ന് വ്ളോഗ് ഇട്ടുകൊണ്ടിരിക്കുക. എന്തായാലും വ്ളോഗിൻ്റെ കാര്യം നോക്കണ്ടേ. എനിക്ക് ഒറ്റ ഈ റൂം കിടക്കണമെന്നുണ്ട്, പക്ഷേ ആങ്സൈറ്റി ഒക്കെ വന്ന് അതിൻ്റെ ശേഷം എനിക്ക് ചെറിയ പേടിയ റൂമിൽ ഒറ്റ കിടക്കാൻ. ഒരു ദിവസം ഫ്രീ ടൈം പോലും എനിക്ക് കൊടുക്കാതെ, ഞാൻ എൻ്റെ ഹെൽത്തും കൂടി നോക്കാതെ, ഒരു ദിവസം ഉറങ്ങാതെ, ഒരു ദിവസം മാത്രമല്ല ഒരാഴ്ച 2 ആഴ്ച ഉറങ്ങാതെ യൂട്യൂബിനെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, യൂട്യൂബിൽ വീഡിയോസ് കണ്ട് യൂട്യൂബ് ഗ്രോ ആവാനുള്ള പിന്നെ യൂട്യൂബിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടല്ലോ. അയ്യോ, എൻ്റെ തലയൊക്കെ പെരുത്തി. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പോലും എനിക്കറിയാതെ. വീട്ടിലെ കാര്യം, വീട്ടിലെ അമ്മ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ. ഇത്രയും കൊല്ലം അമ്മ എത്ര ആളെ നോക്കിയേ അറിയോ? ഒരമ്മ എത്ര ആളെ, എൻ്റെ അമ്മ ഞങ്ങളമ്മ എത്ര ആളെ നോക്കിയേ അറിയോ? അച്ഛൻ, ഒന്ന് കിങ്ങിണി അനിയത്തി, പിന്നെ ഒന്ന് ഞാൻ, പിന്നെ അപ്പു ചേട്ടായി. അപ്പോൾ നമ്മളങ്ങോട്ട് തിരിച്ചും കൊടുത്തേ അല്ല പറ്റും. എന്താണെന്ന് നേരത്തെ പറഞ്ഞു, ആങ്സൈറ്റി ഇല്ലേ, അതെങ്ങനെ അറിയും? സംഭവം എങ്ങനെ അറിയും? അപ്പോൾ ഇതെടുപ്പില്ലേ അതിന് കൂടും. കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കും. അത് അങ്ങനെ വിറയ്ക്കൂല, ചെറുങ്ങനെ വിറയ്ക്കും, വേർക്കും. ഒരുമാതിരി കണ്ണൊക്കെ സൂം ഔട്ട് ആവണ പോലെയാവും. പിന്നെ കുറേ കഴിയുമ്പോൾ മെല്ലെ കുറഞ്ഞു വരും. അത് ഞാൻ വൈകുന്നേരം ഞാൻ ഈ റൂമിൽ കടന്നുകൊണ്ടിരിക്കുക, വാലടച്ചുണ്ട്. അകത്ത് അമ്മയും കിങ്ങിണിയും അച്ഛനും അപ്പുചെടി പോളിയിലായിരുന്നു. ഞാനിങ്ങനെ ആകാശത്ത് നോക്കിയിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നെഞ്ച് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. നെഞ്ച് സ്പീഡിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച് കൊല്ലം കഴിഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ച്, സത്യം പറയാം. എന്നിട്ട് പെട്ടെന്ന് ഞാൻ കടന്നുറങ്ങി കഴിഞ്ഞാൽ അത് മാറുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കടന്നുറങ്ങിയപ്പോൾ പെട്ടെന്ന് ഉള്ളോട്ട് ശ്വാസം പോകാനായി. ശ്വാസം പോയി ഇങ്ങനെ പോയി. പിന്നെ പുറത്തേക്ക് വിടാൻ കുറച്ച് പാടുപെട്ട്, പുറത്തേക്ക് ഉള്ളിലേക്ക് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെ. നെഞ്ചിടിപ്പ് കൂടുക, ചെവിയിൽ നെഞ്ചിരിക്കണ സൗണ്ട് കേൾക്കുക, കൈ വിയർക്കുക, കണ്ണ് ബ്ലാക്ക് ഔട്ട് ആവണ പോലെ ആവുക, നടക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ വിയർക്കുന്നുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഞാൻ അപ്പം തന്നെ ഈ റൂമിൽ നിന്ന് ഇറങ്ങി.
അമ്മേനെ വിളിച്ച് അമ്മ ഹോസ്പിറ്റലിൽ പോവാ, അമ്മ ഹോസ്പിറ്റലിൽ പോവാന്ന്. അമ്മ പറഞ്ഞു എന്താ പറ്റിയെന്ന് എന്നെ ബേജാറാക്കുക അമ്മ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല അമ്മ, ഹോസ്പിറ്റലിൽ പോവാ, നെഞ്ചെന്തൊക്കെയാ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. പിന്നെയും ചോദിക്കണേ എന്താ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ബേജാറായിട്ടിരിക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അമ്മയും ചോദിക്കണം എന്താ പറ്റിയെന്ന്. അപ്പോഴത്തേക്ക് ഇങ്ങനെ അത് കൂടായിട്ട് എന്താ പറ്റി കുഞ്ഞിട്ട് പറഞ്ഞ് കണ്ണെന്ന് പറഞ്ഞേക്കണം. ഞാൻ പിന്നെയും പാനിക്കായിരുന്നു. അച്ഛനാ റൂമിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അവനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഡോക്ടറിനെ പോലും അറിയില്ലായിരുന്നു ആങ്സൈറ്റി ആണ് എന്ന്. അവർ പറഞ്ഞത് ഗ്യാസ് നിറഞ്ഞതാണ്, നേരത്തെ ഉറങ്ങാത്തതുകൊണ്ടാണ്, നേരത്തെ തിന്നാത്തതുകൊണ്ടാണ്, ഗ്യാസ് നിറഞ്ഞതാണ്. അവർ സത്യാവസ്ഥ എന്താണെന്ന് പറയണില്ലാന്ന്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞിടയ്ക്ക് ഞാൻ യൂട്യൂബിൽ തപ്പി നോക്കി ഇതേപോലെ വന്നപ്പോൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആങ്സൈറ്റി ആണ്. ഇതിങ്ങനെ വന്നാൽ കുറച്ച് ഒന്നും ഉണ്ടാവില്ല, അത് കുറേ ആൾക്കാർക്ക് ഇതേപോലെ ഉണ്ടാവുന്നതാണൊക്കെ. അതല്ല കേട്ടോ, ഇത് ഒരു തളർച്ചേൻ്റെ ഒരു കാറ്റ് വിട്ടാണ്, വേറെ ഒന്നും വിചാരിക്കല്ലേ. ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ വേഗം പോയിട്ട് എഡിറ്റ് ചെയ്യട്ടെ. ഇതിനെ 18 മിനിറ്റ് എത്ര ആയിക്കോളും. ഞാൻ പോയി എഡിറ്റ് ചെയ്താൽ കേട്ടോ. എല്ലാവരും കടന്നുറങ്ങുന്നുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കടന്നുറങ്ങട്ടെ. നല്ല നാളെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. മൊബൈലിൽ കടന്നുറങ്ങി കഴിഞ്ഞിട്ട് മൊബൈലിൽ ഇപ്പോൾ തന്നെ കുത്തിയാക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ കള്ള പന്നി കേട്ടോ. ഇതാണ് എന്നെ ചതിക്കണ സാധനം. റേഞ്ച് ഉണ്ടാവില്ല കേട്ടോ, ഈ സാധനത്തിൽ റേഞ്ച് ഉണ്ടാവില്ല. ജിയോ പൊടി. അപ്പം നിങ്ങളും കിടന്നുറങ്ങിക്കോളിട്ടാ.